വി എസ് അച്യുതാനന്ദൻ. വി എസ് എന്ന രണ്ട് വാക്ക് അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്, അത് സമര പോരാട്ടങ്ങളുടെ ഭാഷയാണ്, അത് പോരാട്ട ഭൂമികയുടെ ഉദയമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനങ്ങൾ വി എസ് അച്യുതാനന്ദനായി അന്ത്യാഭിവാദ്യമർപ്പിക്കുന്നത്. ചേതനയേറ്റ ഈ ശരീരം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു, പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾക്ക് വേദനയോടെ അല്ലാതെ അങ്ങയെ പറഞ്ഞയക്കാനാകില്ല. താങ്കൾ പൊയ്ക്കൊള്ളുക, പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നരുത്. ഇതായിരുന്നു ഈ ജനത സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ജനത മുദ്രാവാക്യങ്ങളിലൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പഥം തന്നെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുടെ പന്ഥാവ് തന്നെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ മാനവകുലത്തിനായുള്ള മോചനത്തിൻ്റെ മന്ത്രമുയർത്തിയ മുദ്രാവാക്യങ്ങളും പ്രവർത്തികളും കാലടികളും തന്നെയായിരുന്നു. സമരങ്ങളില്ലാതെ വി എസ് ഇല്ല, പോരാട്ടങ്ങളില്ലാതെ വി എസ് ഇല്ല. അങ്ങനെ തികഞ്ഞ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാബോധത്തിൽ വളർന്ന് പന്തലിച്ച ആ മഹാവ്യക്തിത്വം, ആ പന്തലിൻ്റെ തണലുകൾ, ആ പടർന്നു പന്തലിക്കലിൻ്റെ തണലുകൾ ഏറ്റ ഒരുപാട് ജനങ്ങളുണ്ട്. അവരാണ്, ആ കുളിരേറ്റവരാണ്, വെയിലത്ത് ആ കുളിരേറ്റവരാണ് ഇപ്പോൾ വി എസിന് അന്ത്യാഭിവാദ്യവുമായി ഇതാ മംഗലപുരത്തേക്ക് ഒഴുകിയെത്തുന്നത്. നാം കണ്ടു, ദർബാർ ഹാളിൽ നിന്നും വി എസിനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുറപ്പെട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞു. ഏതാണ്ട് 15-20 കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിക്കാനായത് ഇതുവരെയും. കാരണം അത്രമേൽ ജനങ്ങളായിരുന്നു റോഡിൻ്റെ ഇരുകരകളിലും. കേരളമായിരുന്നു കാത്തുനിന്നത്. കേരളത്തിൻ്റെ പരിച്ഛേദമാണ് ഇന്നലെ ദർബാർ ഹാളിലും അതിനു മുമ്പ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലും ശേഷമിതാ ഈ തെരുവുകളിലും കാണുന്നത് തങ്ങളുടെ പ്രിയപുത്രൻ വി എസ്. തീർച്ചയായും ഇനി കൊല്ലം, തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ ഭൂമികയായ കൊല്ലം കടക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കൊല്ലം കടക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് വിപ്ലവത്തിൻ്റെ മണ്ണായ ആലപ്പുഴയിലേക്ക് വി എസ് എത്തുക. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി പോലും കടന്നിട്ടില്ല. കൊല്ലത്ത് കാത്തു നിൽക്കുകയാണ് ജനങ്ങൾ. കൊല്ലത്തേക്ക് പോകാം, കൊല്ലം ചിന്നക്കടയിലേക്ക് പോകാം. അവിടെ ജോസിൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ജോസിൽ അവിടെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, അല്ലേ? അവിടെ ജനങ്ങൾ കൂടി നിൽക്കുകയാണോ? ദൃശ്യങ്ങളിൽ കാണാം. തീർച്ചയായും അജിംഷാദ്, ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിപ്ലവ ഇതിഹാസം വി എസ് തൻ്റെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് യാത്രയാകുന്നത് നാടക പ്രവർത്തകരുടെയും അതുപോലെ തന്നെ കഥാപ്രസംഗ കലയിലൂടെയും എല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കേരളത്തിൻ്റെ മണ്ണിൽ വളർത്തിയ ഒരുപാട് കലാകാരന്മാരുടെ മണ്ണിലൂടെ, അതുപോലെ തന്നെ കശുവണ്ടി തൊഴിലാളികളുടെ സമര പോരാട്ടത്തിലൂടെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു നാട്ടിലൂടെയാണ്, ഒരുപാട് തവണ വി എസ് വന്ന മണ്ണിലൂടെയാണ് ഇപ്പോൾ വി എസ് കടന്നു വരാൻ പോകുന്നത്. ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചിന്നക്കടയിലാണ്. ഇവിടെ വി എസിൻ്റെ വലിയൊരു ഛായാചിത്രം തയ്യാറാക്കിയിരിക്കുകയാണ്. ആ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ച നടത്തുവാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ 4 മണി മുതൽ വി എസിനെ കാത്ത് ഇവിടെ നിൽക്കുന്ന അനേകായിരം ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്കു കാണുന്നതിന് വേണ്ടി 4 മണി മുതൽ. നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വെറും 12 പോയിന്റുകൾ മാത്രമാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അത്രത്തോളം തന്നെ പോയിന്റുകൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. അതിനുശേഷം തിരുവനന്തപുരം ജില്ല പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ പാരിപ്പള്ളിയും അതുപോലെ തന്നെ കൊട്ടിയവും ചാത്തന്നൂരും എല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഇവിടെ ഈ ഞാൻ നിൽക്കുന്ന പോയിന്റിലേക്ക് എത്തുന്നത്. ഏകദേശം വലിയ ഒരു സമയം, ആ സമയത്ത് തന്നെ ആളുകൾ കാത്തു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ നേരത്തെ തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിയ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് സഖാക്കൾ ഇവിടെ ഇനിയും കാത്തിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയതാണല്ലോ, 4 മണിക്കൊക്കെ എത്തിയ ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ പ്രിയപ്പെട്ട നേതാവിനെ കാത്തിരിക്കുന്നത്? കാത്തിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കാണണമെന്നാണ്. വി എസിന് പകരം വേറൊരു വി എസ് ഇല്ല. ഇനി ഒരാളുണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. അത്ര ജനനായകനാണ്, വിപ്ലവ സൂര്യൻ. നമുക്ക് കേരളത്തിലെ അപ്പുറത്തേക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വരെ ഏറ്റവും വിശ്വസനീയമായ, ഏറ്റവും വികസന പ്രക്രിയയിൽ വളരെ നന്നായിട്ട് ഇടപെട്ട, എല്ലാ അനീതിക്കെതിരെയും പോരാടിയിട്ടുള്ള വി എസിനെ ജനഹൃദയങ്ങളിൽ എന്നും സൂക്ഷിക്കും. ഇന്ന് സൂക്ഷിക്കുന്ന ആളെയും ഒരിക്കലും മറക്കല്ല വി എസിനെ. എത്രയും പെട്ടെന്ന് കൊല്ലത്ത് വന്നാൽ അത്രയും സന്തോഷം.
തീർച്ചയായും ജനകീയ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട നേതാവിനെ, അതുപോലെ തന്നെ ഒരു സ്ത്രീ തന്നെയാണ് സംസാരിച്ചത്, വനിതകളുടെ പോരാട്ടത്തിന് വേണ്ടി മുന്നിൽ നിന്ന പ്രിയപ്പെട്ട സഖാവിനെ കാണുന്നതിന് വേണ്ടിയാണ് സ്ത്രീകളടക്കമുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി കാത്തിരിക്കുന്നത്. നമുക്കറിയാം വളരെയേറെ വിപ്ലവ പോരാട്ടങ്ങളുടെ ഭൂമികയിലൂടെയാണ് VS കടന്നു വന്നിരിക്കുന്നത്. ആ VS ഒരിക്കൽ കൂടി കൊല്ലത്തിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ VSനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഓരോ കേന്ദ്രങ്ങളിലും ഒഴുകിയെത്തിയിരിക്കുന്നത്. 1923 ഒക്ടോബർ 20 വെന്തലത്തറ വീട്ടിൽ IN ശങ്കരന്റെയും അക്കമ്മ എന്ന കാർത്തിയായനുടെയും രണ്ടാമത്തെ മകനായി ജനിച്ച് 1924 നമുക്കറിയാം മാതാവിനെയും പിതാവിനെയും നഷ്ടപ്പെട്ട് അനാഥനായി തീർന്ന VS 2024 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്ന VS അതിനുശേഷം 1940 VS സൈമൺ എന്ന സൈമണാശാൻ ആണ് VSന് പാർട്ടി അംഗത്വം നൽകുന്നത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം നൽകിയത് VS സൈമണാശാനാണ്. അതിനുശേഷം 1943 പാർട്ടിയുടെ 1ാം സംസ്ഥാന സമ്മേളനത്തിൽ കോഴിക്കോട് നടക്കുമ്പോൾ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് VS പങ്കെടുക്കുന്നു. പിന്നീട് പുന്നപ്ര വയലാർ സമരത്തിനായി ജനങ്ങളെ അണിനിരത്തി. അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയലാർ രാമവർമ്മയുടെ സംസ്കാരത്തിന്റെ നാണങ്ങൾ എന്ന കവിതയിൽ പറയുന്നത് പോലെ കയറുപരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ജ്വല സമരകഥ, അത് പറയുമ്പോൾ എന്നുടെ നാടിൽ അഭിമാനത്തിന് വകയില്ലേ എന്ന് പറയുന്നത് പോലെ ആ കയറുപിരിക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അതേ കവിതയിൽ തന്നെ ജോസിൽ പറയുന്നു, ഇത് ഒരു കഥയല്ല, നിങ്ങൾക്കിതൊരു കഥയല്ല, നിങ്ങൾക്കിതൊരു കഥയല്ല, ഇത് ചരിത്രത്തിന്റെ ചോരമണക്കുന്ന പോരാട്ടങ്ങളുടെ ജീവിതമാണെന്ന് വയലാർ തന്നെ അതിന്റെ 2ാമത്തെ വരിയിൽ പറയുന്നു. അതുപോലെയാണ് VSന്റെ പോരാട്ടങ്ങൾ കേവലം സാങ്കേതികത്വത്തിന്റെ മുദ്രാവാക്യങ്ങൾ മാത്രമായിരുന്നില്ല, അത് ജനജീവിതത്തെ സ്പർശിച്ച വർഗബോധാധിഷ്ഠിതമായ സമരമായിരുന്നു. അതാണ് ഈ ആവേശം അലതല്ലുന്നത് കേരളത്തിൻ്റെത്. VS ജോസിൽ തീർച്ചയായിട്ടും അജിംഷാദ് VSന്റെ പോരാട്ടം എന്ന് പറയുന്നത് ഒരു പോരാട്ടത്തിന്റെ മാത്രം കഥയല്ല. ഇന്നലെ M സ്വരാജ് അനുസ്മരിച്ചതുപോലെ ഇത്രയേറെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വേറൊരു നേതാവ് ഇന്ത്യയുടെ മണ്ണിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. എണ്ണമറ്റ പോരാട്ടങ്ങൾ നയിച്ച പ്രിയപ്പെട്ട VS, ആ VSനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഈ പാതയോരങ്ങളിൽ ഈ ആയിരങ്ങൾ കൂടി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം പുന്നപ്ര വയലാറിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചതിന്റെ പേരിൽ, കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് പൂഞ്ഞാർ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കുന്നത്. അവിടെ മർദ്ദിച്ച് കഴികൾക്ക് വെളിയിലേക്ക്, കാലുകൾ വെളിയിലേക്കിട്ട് ലാത്തി കൊണ്ട് കൂട്ടിക്കെട്ടി മതിവരുവോളം, അവരുടെ അരിശം തീരുവോളം കാൽവെള്ളയിൽ തല്ലുന്നു. അവസാനം KV പത്രോസ് എവിടെ, AKG എവിടെ, EMS എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത്. അതിനുശേഷം അവരെവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിലാണ് VSന്റെ കാലിലേക്ക് ബയണറ്റ് കുത്തിയിറക്കുന്നത്. ആ VS ആണ്. ആ പോരാട്ടത്തിൽ നിന്ന് ആ കാലുവച്ചാണ് ഇടുക്കിയിലെ മതികെട്ടാൻ അദ്ദേഹം കയറിയത്, മൂന്നാറിന്റെ മലനിരകളിലൂടെ അദ്ദേഹം കയറിയത്. 11 കിലോമീറ്ററോളം നടന്നാണ് മതികെട്ടാൻ ഭൂമിയിലേക്ക്, അവിടെ കയ്യേറ്റക്കാർക്കെതിരെ ആ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി എത്തിയത്. ഓരോ അവകാശ സമര പോരാട്ടങ്ങളിലും കേരളത്തിൽ വൃക്ക തട്ടിപ്പുണ്ടായപ്പോൾ അതിനെതിരെ ഓടിയെത്തിയ VS, അതുപോലെ തന്നെ ഭൂമി തട്ടിപ്പുണ്ടായപ്പോൾ, അതുപോലെ തന്നെ പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ, ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ശക്തമായ നാടാണ്. ജയസിംഹന്റെ പഴയ ചരിത്രങ്ങളിൽ നിന്ന് പോരാട്ടങ്ങളുടെ ഭൂമികളിലേക്ക് വളർന്നു വന്ന നാടാണ്. നേരത്തെ ജോസിൽ സൂചിപ്പിച്ചതുപോലെ കർഷകന്റെയും ഒപ്പം കശുവണ്ടി തൊഴിലാളികളുടെയും കഥാപ്രസംഗ കലാകാരന്മാരുടെയും നാടകകൃത്തുക്കളുടെയും ഒക്കെ നാടാണ്. അതിനെയൊക്കെ വിപ്ലവത്തിനായി ജീവിതത്തെ സമഗ്രമാക്കാനാണ് കലകൾ വേണ്ടതെന്ന് പറഞ്ഞ വിപ്ലവ ഭൂമിയാണ്. ആ കൊല്ലത്താണ് കാത്തു നിൽക്കുന്നത് ജനങ്ങൾ. അവരെന്താണ് VSനെ കുറിച്ച് അനുസ്മരിക്കുന്നത്, അവരെന്താണ് പറയുന്നതെന്ന് നമ്മുടെ മൈക്കൊന്ന് കൊടുക്കൂ കൊല്ലത്തിന്. ഇവിടെ നിരവധി ആളുകളാണ് ഇവിടെ VSനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 മണി മുതലൊക്കെ ഇവിടെ VSനെ കാത്ത് ഇവിടെ ഈ ചിന്നക്കട ജംഗ്ഷനിൽ കാത്തുനിന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് VSനെ ഓർത്തെടുക്കുന്നത്? VS ഒരു ജനനേതാവാണ്. VSനെ കാണാൻ 10,000-കണക്കിന് ആളുകളാണ് കാത്തു നിൽക്കുന്നത്. അത്രയേറെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയ നേതാവാണ് അദ്ദേഹം. ഒരു സമര പോരാളിയായിരുന്നു.
ഒരുപാട് സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പോലീസ് മർദ്ദനത്തിന് വിധേയനായിട്ടുള്ള നേതാവ്. ഉറച്ച നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച നേതാവായിരുന്നു സഖാവ് VS. ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ള സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്കും ഈ കേരളത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ ഇരിക്കുവാൻ ഒരവസരം, ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. കേരളത്തിലെ എല്ലാ വിഷയങ്ങളും, അതായത് നിയമസഭയിൽ ഒരു സമര കേന്ദ്രമാക്കി അദ്ദേഹം മാറ്റുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവം നേതാക്കളാണ് ഇത്രയധികം സ്വാധീനം ജനഹൃദയങ്ങളിൽ നേടിയിട്ടുള്ള വളരെ അപൂർവം നേതാക്കന്മാരാണ്. അതിലൊരാളാണ് സഖാവ് VS എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുവാൻ കഴിയും. തീർച്ചയായും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ അതാണ് ഓർമ്മകൾ CPI നേതാവ് സുബാലാണ് VS-നെ അനുസ്മരിച്ചത് ഇപ്പോൾ